നശിപ്പിക്കരുത്, കാടുകൾ വെട്ടിമുറിച്ച് നശിപ്പിക്കരുത്, ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യരുത്. ലാ ളററ വലാ ളിറാറ, ഇസ്ലാമിന്റെ തത്വമാണത്. മൻ ഗറസ ഔ സറ, ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു വൃക്ഷത്തൈ നട്ടു അല്ലെങ്കിൽ കൃഷി ചെയ്താൽ അതിൽ നിന്ന് ഉത്ഭൂതമായി ഫലങ്ങളും കായ്കനികളും ഉണ്ടായിട്ട് മനുഷ്യരും ജന്തുക്കളും പറവകളും ആരതിൽ നിന്ന് അനുഭവിച്ചാലും അത് മരണാനന്തരവും അവനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ജാരിയായ സ്വതക്കയായി പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം പറഞ്ഞത്. ഇത്രത്തോളം പ്രകൃതി വിഭവങ്ങളോട് കരുണ കാണിക്കണം, പരിസ്ഥിതിയോട് ശ്രദ്ധയുണ്ടായിരിക്കണം എന്ന് പഠിപ്പിച്ച ഒരു മതം നമുക്ക് വേറെ കാണുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ലോകത്താണ് നമ്മൾ ഉള്ളത്. എല്ലാ മനുഷ്യരോടും എല്ലാവരോടും കരുണ കാണിക്കാൻ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു. UN അത് ശബ്ദിച്ചിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. എന്നാൽ വർഗത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന കരുണയില്ലാത്ത മനുഷ്യന്മാർ, ഭാഷയുടെ പേരും പറഞ്ഞ് തമ്മിൽ കുരുതിക്ക് കൊടുക്കുന്ന കരുണയില്ലാത്ത മനുഷ്യന്മാർ, ദേശത്തിന്റെയും നിറത്തിന്റെയും പേരിൽ തമ്മിലടിക്കുന്ന കരുണയില്ലാത്ത മനുഷ്യന്മാർ, ഇസ്ലാം പറഞ്ഞു യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസാ وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. ഓ ജനങ്ങളെ, നാം നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളുമൊക്കെയാക്കി തിരിച്ചത് നിങ്ങൾ മേനിനടിക്കാനല്ല, അഹങ്കരിക്കാനല്ല, തൊലിയുടെ നിറത്തിന്റെ പേരിൽ, സംസാരിക്കുന്ന ഭാഷയുടെ പേരിൽ, പിറന്ന മണ്ണിന്റെ പേരിൽ, അതേ വർഗത്തിന്റെ പേരിൽ, ഖബീലയുടെ പേരിൽ, ഗോത്രത്തിന്റെ പേരിൽ, തറവാടിന്റെ പേരിൽ ഒന്നും അഹങ്കരിക്കാൻ വകുപ്പില്ല. ലാ ഫളല ലി അറബിയിൻ അലാ ജമീൻ, അറബിക്ക് അനറബിയേക്കാൾ ഒരു മഹത്വവുമില്ല. വലാലി അബിയദ അലാ അസ്വദ, വെളുത്തവന് കറുത്തവനേക്കാളും ഒരു പ്രത്യേകതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വയാണ് അല്ലാഹു നോക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ നിലക്കുള്ള കൃത്യമായി മാനവ സമൂഹത്തോട് മുഴുവനുമുള്ള കാരുണ്യപരമായ നിയമം, ആ നിർദ്ദേശം നമുക്ക് ഇസ്ലാമിലല്ലാതെ കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെ സമൂഹത്തിന്റെ പാതിയായ സ്ത്രീ ഭാഗത്തോട് കരുണ കാണിക്കണം. നിങ്ങൾ അവരോട് കരുണ ചെയ്യണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലക്ക് വർത്തിക്കണമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു സ്ത്രീ മാതാവെന്ന നിലയിൽ ആദരിക്കപ്പെടുന്നു, മകൾ എന്ന നിലയിൽ ആദരിക്കപ്പെടുന്നു, ഭാര്യ എന്ന നിലക്കും ആദരിക്കപ്പെടുന്നു, സഹോദരി എന്ന നിലക്കും ആദരിക്കപ്പെടുന്നു. പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് ആ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ട സംസ്കാരവും വിദ്യാഭ്യാസവും കൊടുത്തവന് ആ പെൺകുട്ടികൾ സിത്റം മിനന്നാർ, നരകത്തിയിൽ നിന്നുള്ള ഒരു മറയാണെന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ അനാഥകളോട്, അഗതികളോട്, ബന്ധികളോട്, അതേ നേരത്തെ ഞാൻ അനാഥകളുടെയും അഗതികളുടെയും കാര്യം പറഞ്ഞു. അതുപോലെ ഖുർആൻ പറഞ്ഞു, യുദ്ധരംഗത്ത് പിടിച്ചെടുക്കപ്പെടുന്ന ബന്ധികൾ, അഭയാർത്ഥികൾ, അവരെ നിങ്ങൾ ദ്രോഹിക്കരുത്. ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലതാ ക്രൂരമായ പീഡനങ്ങളാണ് ബന്ധികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഒരു നിലക്കും കരുണയില്ലാത്ത ശിക്ഷാമുറകൾ അതേ ബന്ധികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നു ലോകങ്ങളിൽ പലപ്പോഴും. ഇസ്ലാമിന്റെ പ്രവാചകന് ബദർ യുദ്ധത്തിന്റെ ഘട്ടത്തിലൊക്കെ ഒരുപാട് ബന്ധികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബന്ധികളിൽ പലരും പിന്നീട് മുസ്ലിമീങ്ങളായി. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സ്വഹാബത്തിന്റെയും ബന്ധികളോടുള്ള പെരുമാറ്റം കണ്ടിട്ട് അവർ ഇസ്ലാം ആശ്ലേഷിച്ചു. സുമാമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? മദീന പള്ളിയിൽ 3 ദിവസമാണ് സുമാമയെ കെട്ടിയിട്ടത്. അദ്ദേഹം മുസ്ലിമായിരുന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ സുമാമയെ അഴിച്ചുവിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു പരിക്കും പറ്റാതെ മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയ സുമാമ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ തിരിച്ചു വന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അദ്ദേഹം മുസ്ലിമായി. എന്തേ കാരണം? ബന്ദികളോടുള്ള പെരുമാറ്റം അദ്ദേഹം അനുഭവിച്ചു.
ബന്ധികളോടുള്ള ആ ഉദാരമായ സമീപനം അനുഭവിച്ചു. വയറു നിറയെ ഭക്ഷണം കൊടുത്തു, ഉടുക്കാൻ വസ്ത്രം കൊടുത്തു. ഇന്നോ അതെ, അപ്പൊ ക്രൂരതയുടെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന വിമർശകന്മാര് മനസ്സിലാക്കണം. അല്ല, ബന്ധികളോട് ശത്രുക്കളോട് വരെ കരുണ കാണിക്കണം. അനീതി ചെയ്യരുത്. ശത്രുവാണെന്നതുകൊണ്ട് അയാൾക്ക് അവകാശപ്പെട്ട അവകാശങ്ങളെ നിഷേധിക്കരുതെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. വലായ ജിരിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വാ. ഒരു ജനതയോടുള്ള വിദ്വേഷം, അവരോട് കാരുണ്യവും നീതിയുമൊന്നും പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമായി കൂടാ. നിങ്ങൾ നീതി ചെയ്യണേ, നിങ്ങൾ നീതിയിൽ വർത്തിക്കണേ. അതാണ് ഭയഭക്തിയോട് ഏറ്റവും അടുത്ത മാർഗം. ഇങ്ങനെ ഏത് നിയമങ്ങൾ എടുത്തു നോക്കൂ പ്രിയമുള്ളവരെ, സർവം കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ് ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും. അതുകൊണ്ട് എനിക്കെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമുക്കിനി ഏറ്റവും വലിയ കാരുണ്യം നമ്മൾ ആശിക്കുന്നത് അള്ളാഹുവിങ്കൽ നിന്ന് പരലോകത്ത് വെച്ചാണ്. നമുക്ക് ആ കരുണയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. നമ്മൾ ഈ ദിവസത്തിൽ നോമ്പെടുക്കുമ്പോൾ 2 സന്തോഷമുണ്ട് നമുക്ക് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ലിസ്വായിമി ഫർഹതാൻ. നോമ്പുകാരൻ 2 സന്തോഷമുണ്ട്. അതിലൊരു സന്തോഷം 10 ദിവസമൊപ്പം നമ്മളിന്ന് അനുഭവിച്ചു. അതെപ്പോഴാ? നോമ്പ് മുറിക്കുന്ന നേരത്ത് നമുക്കുള്ള സന്തോഷം, നല്ല ദാഹമുള്ള നേരത്ത് ആ തണുത്ത വെള്ളം കുടിക്കുമ്പോഴുള്ള സന്തോഷം, ആ സമയത്തുള്ള വല്ലാത്തൊരു മനസ്സിന്റെ ആനന്ദം, അത് നമ്മൾ ഇവിടെ വെച്ച് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അതല്ല. നമുക്കിത് 2ാമത്തെ സന്തോഷമാണ് വേണ്ടത്. അതെന്താ? വഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. തന്റെ ആ റഹ്മത്താണ് ഇനി നമ്മൾ ആശിക്കുന്നത്. എന്ത്? പരലോകത്ത് അള്ളാനെ കണ്ടുമുട്ടുന്ന നേരത്ത് അവന്റെ റഹ്മത്ത് നമുക്ക് കിട്ടണം. റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്ക് പ്രവേശനം കിട്ടണം. അത് അള്ളാന്റെ തൗഫീഖ് കൊണ്ടേ കിട്ടൂ. നോമ്പ് കൊണ്ടും നിസ്കാരം കൊണ്ടും ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടുമൊക്കെ സ്വർഗത്തിൽ കടക്കാമെന്ന് ആരും വിചാരിക്കണ്ട. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിലൊരാളും തന്നെ അവന്റെ അമല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വിചാരിക്കരുത്. ശരിക്ക് പഠിച്ചോളും സുഹൃത്തുക്കളെ. അള്ളാന്റെ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിലാ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ലൻ യുദ്ഖിലൽ ജന്നത അഹദൻ അമലുഹു. ഒരാളുടെയും അമല് അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല. സഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലേ, അങ്ങും അങ്ങനെ തന്നെയാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഞാനും അങ്ങനെ തന്നെയാണ്. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു മിൻഹു ബിറഹ്മത്തിൻ. അടിവരയിട്ട് മനസ്സിലാക്കിക്കോ, അല്ലാഹ് എന്നെയും അവന്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞിട്ടില്ലെങ്കിൽ, അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് അള്ളയുടെ കാരുണ്യം എന്നിലും ആവരണം ചെയ്തിട്ടില്ലെങ്കിൽ ഞാനും സ്വർഗത്തിൽ കയറൂല. ആ റഹ്മത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ കാരുണ്യമാണ് നമ്മുടെ ആശ. അതിനുവേണ്ടിയാണ് നമ്മുടെ തേട്ടം. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ, നീ ഞങ്ങൾക്ക് നൽകണേ, മിൻ ലദുൻക റഹ്മ, നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം നൽകണേ, വഹയ്യിഅ് ലനാ, നീ ഞങ്ങൾക്ക് ഒരുക്കിത്തരണേ, നീ തയ്യാർ ചെയ്തു തരണേ, മിൻ അംരിനാ, ഞങ്ങളുടെ കാര്യങ്ങളിൽ മുഴുവനും, റശദാ, വിവേകവും സന്മാർഗവും നല്ല നല്ല കാര്യങ്ങൾക്കുള്ള തൗഫീഖും നീ എപ്പോഴും ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരേണമേ. അതെ, ആ നിലക്ക് നമ്മൾ റഹ്മത്ത് ചെയ്താൽ നമുക്ക് സ്വർഗീയ പട്ടുകൊണ്ടല്ല നമുക്ക് പട്ടുതരും, സ്വർഗീയ വെള്ളം കുടിപ്പിക്കും, സ്വർഗീയ ഫലക്കനികളിൽ നിന്ന് നമുക്ക് തരും. അതെ, നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്കാണ് പുത്തൻ പുടവകൾ നൽകുവാനുള്ള ഒരു പ്രത്യേക പദ്ധതിയുമായി ദുബായ് ഗവൺമെന്റിന്റെ ബഹുമാന്യനായ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് ഹഫിളഹുല്ലാ തുടക്കം കുറിച്ചിട്ടുള്ളത്. 10 ലക്ഷം കുട്ടികൾക്കാണ് അതേ കുഞ്ഞുടുപ്പുകളും പുടവകളും നൽകുവാനുള്ള വലിയ ഒരു സംവിധാനത്തിലേക്ക് കൈയച്ച് സംഭാവന ചെയ്യുവാൻ വേണ്ടി, കുഞ്ഞുടുപ്പുകൾ നൽകുവാൻ വേണ്ടി, ലക്ഷങ്ങളായ കുട്ടികൾക്ക് വേണ്ടി. ശിശുപീഡനം ലോകത്ത് വാർത്തയാകുമ്പോൾ ശിശുക്കളുടെ സംരക്ഷണത്തിന് ആവുന്നത് ചെയ്യാൻ
എന്താണ് അതിനുള്ള പ്രേരണ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമാ മുസ്ലിമിൻ കസാ മുസ്ലിമൻ സൗബാ, ഏതെങ്കിലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് നഗ്നത മറക്കാനുള്ള വസ്ത്രം ധരിപ്പിച്ചാൽ കസാഹുല്ലാഹു മിൻ ഖുദരിൽ ജന്ന, സ്വർഗീയ പട്ടുവസ്ത്രങ്ങളിൽ നിന്ന്, പച്ചപ്പട്ടിൽ നിന്ന് അല്ലാഹു അവന് ധരിപ്പിക്കും. വഅയ്യുമാ മുസ്ലിമിൻ, ഏതെങ്കിലും ഒരു മുസ്ലിമിന് വിശപ്പിന് ഭക്ഷണം കൊടുത്താൽ അത്അമഹുല്ലാഹു മിൻ സിമാരിൽ ജന്ന, സ്വർഗീയ പഴവർഗ്ഗങ്ങളിൽ നിന്ന് അല്ലാഹു അവന് നൽകും. വഅയ്യുമാ മുസ്ലിമിൻ സഖാ മുസ്ലിമ, ഏതെങ്കിലും ഒരു മുസ്ലിമിന് ദാഹം തീർത്തു കൊടുത്താൽ സഖാഹുല്ലാഹു മിനർ റഹീഖിൽ മഖ്തൂം, മുദ്രവെക്കപ്പെട്ട സ്വർഗീയമായ പ്രത്യേകമായ പാനീയത്തിൽ നിന്ന് അവൻ അല്ലാഹു കുടിപ്പിക്കും. ഇതിൽ മുസ്ലിം എന്നെടുത്തു പറഞ്ഞു, പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ അമുസ്ലിമായാലും പച്ചക്കരളുള്ള ജീവിക്കാണെങ്കിലും ജന്തുവിനോടാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കരുണ ചൊരിയുന്ന ഈ മാസത്തിൽ കാരുണ്യവാനായ റബ്ബിൽ നിന്ന് കരുണക്ക് പ്രതീക്ഷിക്കുന്നവരെ, അല്ലാഹു പറഞ്ഞ നിയമങ്ങൾ പാലിക്കൂ, പടച്ചവൻ പറഞ്ഞ നിയമങ്ങൾ പാലിക്കൂ, തഖ്വയുള്ളവരാകൂ, ഈമാനുള്ളവരാകൂ, തൗഹീദുള്ളവരാകൂ, ശിർക്കിൽ നിന്ന് മുക്തമാകൂ, ബിദ്അത്തുകളോട് വിട പറയൂ, അശ്ലീലതകളിൽ നിന്ന് മുക്തമാകൂ, അനീതികളിൽ നിന്ന് വിട്ടുനിൽക്കൂ, അധർമ്മങ്ങളോട് വിട പറയൂ, എല്ലാ രൂപത്തിലുള്ള വൃത്തികേടുകളോടും വിട പറഞ്ഞുകൊണ്ട് അതേ സഹജീവികളോട്, ചുറ്റുമുള്ള വിഭവങ്ങളോട്, മനുഷ്യരോട് അവരുടെ ജാതിയും മതവും നോക്കാതെ മനുഷ്യരെന്ന നിലക്ക് കാരുണ്യം കാണിക്കൂ. അല്ലാഹുവിന്റെ കാരുണ്യം നമ്മിൽ അവൻ വർഷിക്കാതിരിക്കുകയില്ല. ആ ഒരു സന്ദേശമാണ് ഈ ദിനത്തിൽ പ്രിയമുള്ളവരെ എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. അതുകൊണ്ട് ദൈവീക കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രം ഇവിടമല്ല, സ്വർഗമാണ്. സ്വർഗത്തിൽ കാരുണ്യം നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ പടച്ചവൻ അവകാശപ്പെട്ട ഏതെങ്കിലും കഴിവുകൾ പടപ്പുകൾക്കുണ്ടെന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുകയോ ആരാധനയുടെ ഏതെങ്കിലും അംശങ്ങൾ സമർപ്പിക്കുകയോ ചെയ്തുകൊണ്ട് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ നരകമാണ് അവന് നിർബന്ധം, സ്വർഗം അവന് നിഷിദ്ധമാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ കാരുണ്യത്തിന്റെ കവാടത്തിലേക്ക് കടക്കുവോളം നമുക്ക് സമാധാനമില്ല. അതുകൊണ്ട് കരുണ നിഷേധിക്കപ്പെടുന്ന വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വാക്കുകളിലും നോക്കുകളിലും പ്രവർത്തനങ്ങളിലും ഇടപെടാതെ കരുണയുള്ളവരായി ജീവിക്കുക. അല്ലാഹു നമുക്ക് കരുണ ചൊരിയും. ആ നിലക്ക് കാരുണ്യം നമ്മിൽ എപ്പോഴും അല്ലാഹു സദാ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയത് ഒരു സാലിഹായ അമലായി അവൻ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, കടക്കെണികളിൽ നിന്ന്, ദാരിദ്ര്യത്തിന്റെ കെടുതികളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് സേവനങ്ങൾ അനാഥകളോടും അഗതികളോടും പാവങ്ങളോടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് ഷെയ്ഖ് ഖലീഫ ഹഫിളഹുല്ലാ, അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ഹഫിളഹുല്ലാ, അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചുപോയ നല്ലവനായ ആ മനുഷ്യൻ ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാ, എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കും ാകട്ടെ. മലയാളി സാന്ന ഈ പോലുള്ളവരിടത്ത് അയാൾ സംരക്ഷിക്കും. അതെ, ആയിരങ്ങൾ തടിച്ചുകൂടാൻ സൗകര്യമുള്ള സാഴ്ബീൽ ഹാളിൽ ഇവിടെ ഈ വൻ സൗകര്യമൊരുക്കി തന്ന ഇവിടുത്തെ ഉദാരമതികളായ ആളുകളോട് ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരുകയില്ല പ്രിയമുള്ളവരെ. പക്ഷേ നാം മനസ്സിലാക്കണം, നമ്മുടെ ഉത്തരവാദിത്വം കൂടുകയാണ്. ഈ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ദൗത്യം അല്ലാഹ് ഇതാ നമുക്ക് തന്നിരിക്കുകയാണ്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ കവാടം നിങ്ങൾക്ക് തുറന്നു തരുന്നു. ഈ 100ഓളം ഭാഷകൾ സംസാരിക്കുന്ന ദുബൈയുടെ മണലാരണ്യത്തിൽ മലയാളികളെ നിങ്ങൾക്കിതാ സുവർണാവസരം ഇസ്ലാമിനെ പഠിക്കാൻ, പരിചയപ്പെടുത്താൻ. ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തം ഇന്നു മുതൽ വർദ്ധിക്കുകയാണ്. ഈ തുറന്നു കിട്ടിയ കവാടത്തിലൂടെ ദുബൈയുടെയും UAEയുടെയും വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യർക്ക് കാരുണ്യത്തിന്റെ സന്ദേശം നമ്മൾ എത്തിക്കണം. ഏറ്റവും വലിയ കാരുണ്യം നരകത്തിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കലാണ്. അതിനാവശ്യമായ സത്യവിശ്വാസത്തിലേക്ക്, സദാചാരത്തിലേക്ക്, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള സഹജീവികളോടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ ഇത്തരത്തിലുള്ള വേദികൾ
നാം ഉപയോഗപ്പെടുത്തണം. സർവശക്തനായ നാഥനാണ് അന്തസ്സ് നൽകുന്നത്, നാഥനാണ് അന്തസ്സില്ലാതാക്കുന്നത്. ആ വിശ്വാസത്തോടെ എന്നും ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ ജീവിച്ച് മരിക്കുവാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി നമ്മൾ തേടണം. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد آمنا مطمئنا اللهم ادم على دولة الامارات الامن والامان